എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു കുട്ടി സൺഡേ കണ്ടാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണ്ണിച്ച് ഒരാളിരിപ്പുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണ്ണിച്ചേക്കുന്നത്. അടുത്തൂടെ ഒരാളും കൂടെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലിക്കുട്ടിയാണത്. പിന്നെ ഒരാൾ ഉറക്കമൊക്കെ എണ്ണീച്ചേമ്മച്ചോ ഇങ്ങനെ വന്ന് ഉറക്കം എണ്ണീച്ച് കുറച്ച് നേരത്തേക്ക് ഒരു മന്ദാരമല്ലേ, അപ്പോൾ അങ്ങനെ മന്ദാര പഠിച്ച് വന്നിരിപ്പുണ്ട്. വെളിയിലോട്ട് നോക്കി. സൺഡേ മാത്രമേ ഈ ഒരു അവസരമേ ഉള്ളൂ. ബാക്കി രാവിലെ അല്ലാത്തുള്ള ദിവസമെല്ലാം ധൃതിയല്ലേ. പിന്നെ അപ്പൂപ്പനും കൊച്ചുമോനും പതിവ് പോലെ രാവിലെ തന്നെ താഴെ ഹാജരായിട്ടുണ്ട്. എന്നും ഞാൻ ഇവരെ ആ കണി കാണുന്നതെന്ന് പറയാം. എന്നും അവരെങ്ങനെ ഉണ്ടാവും സൺഡേയിൽ. അല്ലാതുള്ള ദിവസമൊന്നും അവരെ അങ്ങനെ കാണാറില്ല. അതിന് മുമ്പേ നമ്മൾ എണ്ണിക്കാറുണ്ടല്ലോ. അപ്പോൾ രാവിലെ ആദ്യം നമ്മളൊന്ന് നേരെയാകണം. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി ഒന്ന് റെഡിയാവാൻ തീരുമാനിച്ചു. നമ്മൾ നേരെ ആയാലേ ബാക്കി കാര്യങ്ങളൊക്കെ ഓടും. അങ്ങനെ രാവിലെ സബ്ജി കൊണ്ടുവന്ന് നമുക്ക് ഇഷ്യൂ സബ്ജി ഉണ്ട്. ഇങ്ങനെ ബ്രെഡും പിന്നെ ഫ്രൂട്ട്സും സബ്ജിയും എല്ലാ തവണയും ഇതേ സെയിം ഐറ്റം തന്നെ ആയിരിക്കില്ല, വേറെ വേറെ വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ ഇത്തവണത്തെ സബ്ജി ഇതൊക്കെയായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഇറച്ചിക്കറി ഇരിപ്പുണ്ട്. അപ്പം ബ്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊത്തമരയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ ആപ്പിള്, കത്തിരിക്ക, പഴം. ഇത് ഇവിടുത്തെ പഴമാണ്, എനിക്ക് അത്ര ഇഷ്ടമല്ല, ഒട്ടും ടേസ്റ്റ് ഇല്ല. പിന്നെ 2 പാവയ്ക്ക. അങ്ങനെ ഒരു പച്ചക്കറിക്കട അത്യാവശ്യം നമുക്ക് ഉള്ളതുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് ഇതുകൊണ്ടൊന്നും ആവില്ല. അപ്പോൾ കട്ടിലേ കിടന്ന ആൾ വഴക്കുണ്ടാക്കി എൻ്റെ തോളെ കയറി വഴക്കാളിയാണ്. അപ്പോൾ ഫോൺ കണ്ടപ്പോൾ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. കുട്ടികളെല്ലാം തന്നെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കും. ഞാനങ്ങനെ ഫോൺ അധികം കൊടുക്കാറില്ല കുട്ടികൾക്ക്. അങ്ങനെ പാവിരിച്ച് പായിൽ കിടത്തി. അത് കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും അടിയായി. അങ്ങനെ കണ്ട ബഹളം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡിനെ റെഡിയാക്കി. പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഒന്ന് വൃത്തിയായി കിടക്കുന്ന കണ്ടാൽ കുറച്ച് സമാധാനം. 5 മിനിറ്റ് ഇതൊക്കെ വൃത്തിയായിട്ട് ഇവിടെ കിടക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഇത് കുളമാവും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മെഡിക്കൽ സ്റ്റോർ. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എല്ലാ പൊതിയും ഉണ്ട്. അതിനുശേഷം റൂമൊക്കെ ഒരുവിധമാക്കി ഇവിടെ എല്ലാം ഇങ്ങനെ വരിയിരിക്കും. ഇങ്ങനെ അല്ലിക്കുട്ടി കൈ കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വൃത്തിയാക്കുന്നത് കണ്ടപ്പം പ്രചോദനം ഉൾക്കൊണ്ട് എൻ്റെ കുട്ടിയും നമ്മൾ കാണിക്കണതാണല്ലോ കുട്ടികൾ ഫോളോ ചെയ്യുക. അവളും വൃത്തിയാക്കാൻ ഇറങ്ങി. അങ്ങനെ രാവിലെ ബ്രെഡ് വിറച്ചിയൊക്കെ കഴിച്ചു. അല്ലിക്കുട്ടി ഗുസ്തിയാണ് അടുത്തിരുന്നിട്ട്. എനിക്ക് ബ്രെഡ് വിറച്ചി അതുപോലെ ഉപ്പുമാവും ഇറച്ചിക്കറിയും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഏട്ടനും മോൾക്കും ഒന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ആക്കാറുണ്ട്. ഒരാൾ കൂട്ടുകാരെ വെളിയിലേക്ക് ഇങ്ങനെ വിളിച്ച് കയറ്റുന്നതിനോട് പോയി നിൽക്കുകയാണ്. നമ്മൾ താഴെ കളിക്കാൻ വിട്ടില്ലെങ്കിൽ ആൾ ഇങ്ങനെ ചെയ്യും. പിന്നെ ഇത് ടാബ്ലറ്റ് കഴിച്ചു. അതിനുശേഷം ഉച്ചക്കത്തേക്ക് നമ്മളിങ്ങനെ റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. വീണ്ടും ചിക്കൻ വാങ്ങി വന്നു. ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അങ്ങനെ റൈസും ചിക്കൻ കറിയും സലാഡുമാണ് വെച്ചിരുന്നത്. പിന്നെ കിടന്ന് ഉറങ്ങി. ക്ഷീണം കാരണം ഉച്ചയ്ക്ക് പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ 4 മണിയായപ്പോഴത്തേനും എണീച്ച് ചായയൊക്കെ കുടിച്ചു. ഉച്ചക്കത്തെ പാത്രമൊന്നും മഴയ്ക്ക് വെച്ചില്ല. അത് കാരണം പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അങ്ങനെ പ്രോപ്പറായി നടക്കാറില്ല, മോളുള്ളത് കൊണ്ട്. പിന്നെ നമ്മളും ക്ഷീണിക്കും. ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. നമ്മൾ വിചാരിക്കുന്ന മാതിരി കാര്യങ്ങളൊന്നും എപ്പോഴും ഒന്നും ഓടില്ല. നമ്മളും ടയേർഡാവും കുറച്ച് കഴിയുമ്പം. ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ, മോളെ കുളിപ്പിക്കാനൊക്കെ. ഇനിയിപ്പം നാട്ടിൽ പോയി വന്നു കഴിയുമ്പം പതുക്കെ നിർത്തും. ക്ലീൻ ചെയ്യാൻ നിർത്താനാണ് പ്ലാന്. ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ ഓടില്ല. അങ്ങനെ എല്ലായിടും വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴും ആളവിടെ പോയി നിൽപ്പുണ്ട്. ഇങ്ങനെ കൂട്ടുകാരെ മേലെ വിളിച്ച് വരുത്തും. എന്നിട്ട് കൂട്ടുകാർ വന്ന് എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ച് ആളെ വിളിച്ചിട്ട് പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിയാണ് ഇവിടുത്തെ പരിപാടി. ചില ദിവസം ഞാൻ പിടിച്ച് നിർത്തും, എന്തെങ്കിലും പഠിക്കണമല്ലോ, അപ്പോൾ പഠിപ്പിക്കാനൊക്കെ പിടിച്ച് നിർത്തും. അന്നേരമാണ് ഇവിടെ ഇങ്ങനെ പോയി ഞങ്ങളതിനെ കളിയാക്കി പറയുന്നതാണ് ആവാഹനം നടത്തുക. മേളിൽ നിന്ന് ആവാഹിച്ച് കൂട്ടുകാരെ ഇവിടെ വിളിച്ച് വരുത്തലാണ്. ഇപ്പം തന്നെ ഞാനിവിടെ വോയിസ് ഓവർ എടുക്കുന്നതിനിടയ്ക്ക് ആളിനെ കൂട്ടിയിട്ട് വന്ന് പെർമിഷൻ ചോദിച്ച് അപ്പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. ഞാനിടയ്ക്ക് വിളിക്കും. അങ്ങനെ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് കളിക്കുന്നതിനോടാണ് താല്പര്യം. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടനൊപ്പം ഇരുന്ന് ചായയും പിന്നെ ഒരു കേക്ക് വാങ്ങി വന്നു. അപ്പോൾ ആ കേക്കിനെയും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഇത്രയൊക്കെയാണ് എനിക്കിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും വ്ളോഗിൽ കാണാം. ഓക്കെ.